എന്തായാലും ആലപ്പുഴ മൊത്തത്തിൽ കാണാൻ ഭയങ്കര ചന്തല്ലേ. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇത്രയും ആര് ജയിക്കുമായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. നല്ല ടൈറ്റ് മത്സരമാണ്. കണ്ടില്ലേ, പണ്ടത്തെക്കാളും വാശി കൂടി ഓരോ ദിവസം കഴിയും. തിരുവനന്തപുരത്തെ സ്ഥലപ്പേര് കോട് വിട്ടൊരു കളിയില്ല. കോടാണ് മെയിൻ. പോത്തൻകോട്, പാപ്പനംകോട്, കോലിയക്കോട്, തൊഴുവൻകോട്. കോട് മാത്രമല്ല, കോണത്തിനും കുറവൊന്നുമില്ല. ചെങ്കോട്ട് കോണം, കുറവൻ കോണം, അണ്ടൂർ കോണം, ചെറിയ തുറ, പൂന്തുറ, പിന്നെ പെരുമാതുറ. ഇത് മറ്റേ നമ്മുടെ അനന്തേട്ടനും ഹരി ആമലൊക്കെ ചെയ്തേക്കുന്നത് വെട്ടൂർ മടവൂർ. പുളിയിറക്കോണം, പുളിയിറക്കോണം, അഞ്ചൂർക്കോണം, കാട്ടായിക്കോണം, ട്രിവാൻഡ്രം സ്ഥലപ്പേര്. എന്തോന്നാടേ ഇവിടെ എന്തുണ്ടെന്നിട്ട് നിനക്ക് വേണമെങ്കിൽ ഞങ്ങള് കരി കാണിച്ചു കൊടുത്താലോ കണ്ണച്ചേട്ടാ? ഒക്കെ ഉണ്ട്. കൈനകരി, രാമങ്കരി, മിത്രക്കരി, ചേനങ്കരി, ചേതങ്കരി, പുതുക്കരി. ഇതൊക്കെ എന്താ പാടോ? പാടങ്ങളാണ്. പാടവും കാണണോ? എല്ലാം ഉണ്ട്. സ്വന്തമായി ഒട്ടേറെ ഐതിഹ്യങ്ങളും ചരിത്രവും അവകാശപ്പെടാനുണ്ട് ആലപ്പുഴയ്ക്ക്. അന്നും ഇന്നും കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നൊരു നാട്. അക്കൂട്ടത്തിൽ കൗതുകമുണർത്തുന്ന കഥകളിലൊന്നാണ് ആലപ്പുഴയിലെ കരിനാടുകളുടെ ചരിത്രം. കരിയിൽ അവസാനിക്കുന്ന പേരുകളോടെ അറിയപ്പെടുന്ന നാടുകൾ കൈനകരി, രാമങ്കരി, ചേന്നങ്കരി, കുമരങ്കരി, തായങ്കരി തുടങ്ങി അനവധിയാണ് കുട്ടനാട്ടിലെ കരികൾ. കൃഷിയുടെ പേരിൽ ഖ്യാതി നേടിയവയാണ് കുട്ടനാട്ടിലെ കരുനാടുകൾ. പണ്ടുപണ്ട് നിബിഡവനം പോലെ കാടുകയറി കിടന്ന പ്രദേശങ്ങൾ കാട്ടുതീയിൽ നശിക്കുകയും അങ്ങനെ ചുട്ടനാട് എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ചുട്ടനാട് കുട്ടനാടായി മാറിയെന്നാണ് കഥ. ചേര രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന ചെങ്കുട്ടമന്റെ രാജധാനി കുട്ടനാടായെന്ന മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. ഇവിടുത്തെ കരിനിലങ്ങൾ കുഴിച്ചു ചെന്നാൽ തീ കയറി കരിഞ്ഞ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാമെന്ന് പഴമക്കാർ പറയുന്നു. പണ്ട് ഈ നാട്ടിൽ കൃഷിപ്പണിക്ക് നേതൃത്വം നൽകിയിരുന്ന തലപ്പുലയന്മാരുടെ പേര് ചേർത്താണത്രേ ഈ പേരുകൾ വന്നത്. കരി എന്നാൽ പാടം, കനകന്റെ കരി കൈനകരി, ചേന്നന്റെ കരി ചേന്നം കരി, കുമാരന്റെ കരി കുമരങ്കരി, അങ്ങനെ തുടങ്ങി കരികൾ നിരവധിയാണ്. കൂട്ടത്തിൽ പ്രകൃതി ഭംഗിയിൽ അല്പം മുൻപന്തിയിലാണ് കൈനകരി. വെനീസ് എന്ന് തോന്നിപ്പിക്കും വിധം വട്ടക്കായലിന് നടുവിൽ ചെറുതോടുകളുടെ ഇടയിൽ ഒരു കൊച്ചുനാട്. പച്ചപുതച്ച നെൽപ്പാടങ്ങളാൽ സമ്പന്നമായി സുന്ദരിയായ യുവതിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിൽപ്പാണ് ആലപ്പുഴയിലെ ഓരോ കരികളും. രാജാവിനും ജന്മിമാർക്കും വേണ്ടി അധ്വാനിച്ച കീഴാളന്റെ വിയർപ്പും വിശപ്പും ഈ കരിനാമങ്ങളിൽ ഇന്നും കറപുരണ്ടിരിപ്പുണ്ട്. അലീഷേ, അവസാനം നിന്റെ ആഗ്രഹം സാധിച്ചോണ്ടേ? തായങ്കരി വരെ കണ്ടു. തായങ്കരി അവസാനത്തെ കരിയല്ല, ഇനിയും ഉണ്ട് ഒരുപാട് കരികൾ. ഉൾപ്രദേശത്തായ കൂടുതൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വള്ളത്തെ പോയി മാത്രം കാണേണ്ട കരികളൊക്കെ ഉണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അപ്പൊ തൽക്കാലം നമ്മൾ നേരെ ആലപ്പുഴ നേരെ വള്ളം കളിക്കും. വള്ളം ഇറങ്ങുന്നുണ്ട്. വിട്ടേക്കാം. അപ്പോൾ ബൈ.